ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ചത്താപ്പച്ച 10ാം ദിനത്തിലും മികച്ച രീതിയിലുള്ള കളക്ഷനുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ശനിയാഴ്ച അതിഗംഭീരമായിട്ടുള്ള കൊയ്ത്ത് തന്നെ സിനിമ കൊയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഏതാനും റിലീസുകൾ വന്നപ്പോൾ ഒരു ഇടിവ് സിനിമയ്ക്കുണ്ടെങ്കിൽ ഇന്ന് വീണ്ടും കുതിച്ചുയരുന്ന സിനിമയെ നമുക്ക് കാണാം. വൈകുന്നേരം 5 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 377 ഷോകളിൽ നിന്ന് 10,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 16 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് ഗ്രോസായി വന്നത്. ഇന്നലെ ഫൈനലായി വന്നത് ഏകദേശം 13 ലക്ഷം രൂപയോളമാണ് എന്നുള്ളത് നമുക്ക് കാണാം. കാരണം പല റിലീസുകൾ ഉണ്ടായിരുന്നു, മൾട്ടിപ്പിൾ റിലീസുകൾ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് പ്രധാന കാര്യം. കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഏകദേശം 44 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ ആവറേജ് കളക്ഷൻ വന്നത്. അതായത് ഏകദേശം 70 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് വന്നുകൊണ്ടിരുന്നു. ഇന്നലെ ഏകദേശം 25 ലക്ഷം രൂപയായിട്ട് വലിയ ഇടിവുണ്ടായി. ഇന്ന് സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 45-50 ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 16 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയാം. വേൾഡ് വൈഡായിട്ട് 34 കോടിയോളം സിനിമ എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മികച്ച ഒരു വിജയമായി മാറുകയാണ്. 2026 ആദ്യ വിജയമാകുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ക്യാമിയോ റോൾ കൊടുത്ത ലിവറേജ് തന്നെ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൂടാതെ മികച്ച ഗംഭീരമായിട്ടുള്ള സിനിമ അതുകൊണ്ട് തന്നെ പോകുന്നു. ലോ കോസ്റ്റിൽ വന്ന ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് കടക്കുകയാണ്. ഇനി കയറ്റുന്ന പല സൂപ്പർ താര ചിത്രങ്ങളെക്കാളും മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. പല സീരിയൽ ലെവലിലുള്ള സിനിമകളെ 80 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളിയ പല ചാനലുകളെ, അല്ലെങ്കിൽ ഒരു പ്രമുഖ ചാനലിനെ നമുക്കറിയാം. അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ട്, അതുമാത്രമല്ല ഇൻ്റർനാഷണൽ സ്റ്റഫിലാണ് ഈ ഒരു സിനിമയുടെ മേക്കിങ്ങും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്തിൽ എടുത്തു പറയാനുള്ളത് യുവനിരയുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. ഇവിടെ നമുക്ക് കർണാടകത്തിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ ഈ സിനിമ നേടിയപ്പോൾ കേരളത്തിൽ നിന്ന് 15 കോടിക്ക് മുകളിലും തമിഴ്നാട്ടിൽ നിന്ന് 50 ലക്ഷം രൂപയ്ക്ക് അടുത്തുമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഏകദേശം 17 ലക്ഷം രൂപയോളമാണ് ഡൊമസ്റ്റിക്കിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. 6 ദിവസത്തെ ഓവർസീസിൽ നിന്ന് വന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം 14.5 കോടിയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു സിനിമ വമ്പൻ വിജയമാവുകയാണ് എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള ചിലരുടെ ഡീഗ്രഡേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ സിനിമ സിമ്പിളായിട്ട് പോകുന്നു. പ്രത്യേകിച്ച് 150K ഫോളോവേഴ്സൊക്കെ ഉള്ള ചാനലുകാർ ഡീഗ്രേഡ് ചെയ്യുന്നുവെന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഒരു വീഡിയോ ഇട്ട് തന്നെയാണ് അന്നം നേടുന്നത് എന്ന് അവർ മറക്കുകയും ചെയ്യുന്നു. കുറ്റം പറഞ്ഞ് തിന്നുന്നവന് അതെന്നും കുറ്റം പറഞ്ഞ് തിന്നേ നടക്കുള്ളൂ എന്നുള്ളതാണ്. അതിപ്പോൾ മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും അതല്ല ആരുടെ ആണെങ്കിലും അവൻ കുറ്റം പറഞ്ഞ് തിന്നുള്ളൂ എന്നുള്ള ശീലമുള്ളവരുണ്ട്. അവരെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം ആരാ എന്നുള്ളതും. അതുകൊണ്ട് തന്നെ എടുത്തു പറയാം, ഈ ഒരു സിനിമ വലിയ വിജയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു.